ഇനി അരിയും ഉഴുന്നും ഉലുവയൊക്കെ കുതിർത്തി അരച്ച് മാവുണ്ടാക്കി കഷ്ടപ്പെടണ്ട. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. 1 കപ്പ് റവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് പുളിയില്ലാത്ത തൈരും 1/4 കപ്പ് തേങ്ങ ചിരവിയതും 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒരു 1/2 കപ്പ് വെള്ളം ഏകദേശം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി കട്ടിയായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു കടായിലെ എണ്ണ ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ജീരകവും ഒരു പകുതി സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴന്നു വരുമ്പോൾ അത് ഈ മാവിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ മിക്സിങ് കഴിഞ്ഞാൽ ഇനി പാകത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത് ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് 1 സ്പൂൺ അല്ലെങ്കിൽ 1 തവി മാവ് കോരി ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇതുപോലെ ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ബൺദോശയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ചട്നിയുടെ കൂടെ കഴിക്കാം കേട്ടോ.